ബിനി സിബിസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KVVS മണ്ണാർക്കാട് യൂത്ത് വിംഗ് സംഘടിപ്പിക്കുന്ന SSLC+2 അവാർഡ് ദാന ചടങ്ങിന്റെ വേദിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മണ്ണാർക്കാട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നെടുന്തൂണായ ചേട്ടന്മാരാണ് ഇതപ്പ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പരിപാടികൾ തുടങ്ങാൻ സമയമായി. നമ്മുടെ അമലിയക്കുട്ടിയുടെ ഈശ്വര പ്രാർത്ഥനയോട് കൂടിയാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ീനരായോടെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമ്മതി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും എല്ലാമേകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകോപന സമിതി ജനറൽ സെക്രട്ടറി സജിയേട്ടൻ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തുന്ന എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അവരിൽ നിന്ന് നറുക്കിട്ട് അവസാനം വരെ ഇരിക്കുന്ന വ്യക്തികൾക്ക് സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. ഏകോപന സമിതിയുടെ യൂണിറ്റ് പ്രസിഡന്റ് രമേശ് ചേട്ടൻ അധ്യക്ഷ പ്രസംഗത്തിനായി വേദിയിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഏതാനും വാക്കുകൾ നമുക്ക് കേട്ടാലോ. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ അവരുടെ ദൈനംദിന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ് നമ്മൾക്ക് സമൂഹത്തിൽ കൃത്യമായ ഒരു അഡ്രസ് ഉണ്ടാവുന്നത്. അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം പരിപാടിയുടെ മുഖ്യ അതിഥിയും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ബാബു കോട്ടയിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. വലിയ വലിയ അഭിമാനം നൽകുന്നത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന ഓരോ അച്ഛനും അമ്മയും അവർ ഈ വേദിയിൽ ഇന്ന് എത്തിച്ചേർന്നതിന്റെ കാരണം എന്റെ കുട്ടി, എന്റെ മകൻ, എന്റെ മകൻ SSLC+2 പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന വിജയം നേടിയ വ്യാപാരികളുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡ് മൊമെന്റോയുമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് പല പ്രതിസന്ധികളെയും മറികടന്ന് ഉന്നത വിജയം നേടി തന്റെ മക്കൾ ഈ അവാർഡ് മേടിക്കുന്നത് കാണുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പല മാതാപിതാക്കൾക്കും അഭിമാനിക്കാവുന്നതാണ്. അത് തങ്ങളുടെ കഷ്ടപ്പാടിന്റെ വിയർപ്പിന്റെ വിലയാണെന്നോർത്ത്. ഇനി സമൂഹത്തിന്റെ മറ്റു മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിക്കുന്നതിനുള്ള സമയമാണ്. കഴിഞ്ഞ ദിവസം ഒരു സഞ്ചിയും ഒരു ബാഗും നിറയെ സമ്മാനങ്ങൾ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ ഇനി കൊടുക്കാൻ പോകുന്നത്. ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നതിന്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവര് അത് പോയി കാണണം കേട്ടോ. 85 കുട്ടികൾക്കായിട്ടാണ് നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത്. യൂത്ത് വിങ്ങിന്റെ ഭാരവാഹികൾ ഒരാഴ്ചത്തെ കഠിന പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയത്. ഹലോ ഗെയ്സ്, എന്റെ പാതിയും സുഹൃത്തുക്കളും എല്ലായിടത്തും നിറഞ്ഞു നിന്ന് ഈ പരിപാടി ഗംഭീരമാക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോ നമ്മുടെ മനസ്സിനുള്ളില് എന്തെന്നില്ലാത്ത സന്തോഷമാണ് കേട്ടോ. ഇനി നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിന്നിരുന്ന നറുക്കെടുപ്പ് സമയമാണ്. നറുക്കെടുത്ത നമ്പർ ചെക്ക് ചെയ്യാണ്. നറുക്കെടുപ്പിന്റെ സമ്മാനം യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി സിബി ടൈം സ്റ്റാർ നിർവഹിക്കുന്നു. അടുത്ത നറുക്കിന്റെ ഗിഫ്റ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് കിങ് ഷമീർ നിർവഹിക്കുന്നു. അവസാനമായി ഏകോപന സമിതി ട്രഷറർ ആബിദ് ലിബർട്ടി
ഇവിടെ സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പരിപാടി അവസാനിപ്പിച്ചു. ഏകോപന സമിതിയിലെ എല്ലാ നേതാക്കളും ചേർന്ന് അവാർഡ് ജേതാക്കളുമൊത്തുള്ള അതിമനോഹരമായ ഒരു ഫോട്ടോഷൂട്ടാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകോപന സമിതിയുടെ നെടും തൂണായ കരുത്തുറ്റ യുവ നേതാക്കളെയാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ കഠിനാധ്വാനത്തിനും പരിശ്രമത്തിനും എന്റെ വക ഒരു ബിഗ് സല്യൂട്ട്. ഇവരുടെ പ്രവൃത്തികൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇവർക്കായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. ബൈ.